Hi friends, welcome to Sakshi kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ഒരു 3/4 വേവാകുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായ 4 പച്ചമുളക് കീറിയത് ഞാൻ ചേർക്കുകയാണ്. പച്ചമുളക് ആദ്യമേ ചേർക്കുമ്പോൾ അത് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് 3/4 വേവാകുമ്പോൾ ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതിൽ വെള്ളം ചേർക്കാതെയാണ് ഉടച്ചെടുക്കുന്നത്. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 4 ചുവന്നുള്ളി, ഇത്രയും കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. കൂടിപ്പോകരുത് ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂടായാലും മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീട്ടിൽ കാണാം.